ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്നിവിടെ ബാച്ചിലേഴ്സിനൊക്കെ വെക്കാൻ പറ്റിയ ഒരു അടിപൊളി ബീറ്റ്റൂട്ട് തോരൻ്റെ റെസിപ്പി നോക്കിയാലോ. ഇപ്പം നമ്മൾ പച്ചക്കറിയൊക്കെ വാങ്ങിക്കുമ്പോൾ നമ്മൾ മാറ്റി മാറ്റി വെക്കുന്നൊരു പച്ചക്കറിയാണല്ലേ ബീറ്റ്റൂട്ട്. പക്ഷേ വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു പച്ചക്കറിയാണ്. നമ്മൾ പക്ഷെങ്കിൽ ഇത് എടുക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര താമസമാണെന്നൊക്കെ വിചാരിച്ച് നമ്മൾ മാറ്റി മാറ്റി വെക്കുന്നില്ലേ. നമുക്ക് വളരെ എളുപ്പത്തിൽ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അതിന് ഞാനിവിടെ ഒരു മീഡിയം സൈസ് ബീറ്റ്റൂട്ടാണ് എടുക്കുന്നത്. ഞാൻ ഇതിൻ്റെ സ്കിന്ന് പീൽ ചെയ്ത് കളയുന്നൊരു പീലർ വെച്ചിട്ടാണ്. അതാകുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് എടുക്കാൻ പറ്റും. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ കത്തി വെച്ചിങ്ങനെ അതിൻ്റെ സ്കിന്ന് ചെത്തിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ സമയമെടുക്കും. അപ്പോൾ ഇങ്ങനെയാകുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ 1 മിനിറ്റ് പോലും വേണ്ട നമുക്ക് അതിൻ്റെ ഒരു സ്കിന്നെല്ലാം പീൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഒരു സവാളയും 3 പച്ചമുളകും കൂടെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഞാൻ ഈ ബീറ്റ്റൂട്ട് സവാളയൊന്ന് ക്യൂബ്സായിട്ട് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ബാക്കി അത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുന്നത് ഈ ചോപ്പറിനകത്തിട്ടിട്ടാണ്. അപ്പോൾ തോരൻ അരിയുമ്പം വളരെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണ്ടേ. അങ്ങനെ ഈ ചോപ്പർ എടുത്തിട്ട് ചോപ്പറിനകത്ത് ബീറ്റ്റൂട്ട് എല്ലാം കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ എല്ലാം ഒന്ന് അരിഞ്ഞ് കിട്ടും. അതിൻ്റെ കൂട്ടത്തിൽ ആ 3 പച്ചമുളകും കൂടെ ഇട്ടിട്ട് ആ ചോപ്പറൊന്ന് അടച്ചു വെച്ച് നമുക്ക് ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാം. ഒരു 3-4 പ്രാവശ്യം ഒന്ന് ചോപ്പ് ചെയ്യുമ്പോഴത്തേക്കും നല്ല തോരൻ പരുവത്തിൽ നല്ല റെഡി ആയിട്ട് കിട്ടും. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് കിട്ടിയില്ലേ. അപ്പോൾ അങ്ങനെ ചോപ്പർ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് അരിഞ്ഞ് കിട്ടും. മടിയൊന്നും വിചാരിക്കേണ്ട. നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടും ഹെൽത്തി ആയിട്ടും നമുക്ക് ബീറ്റ്റൂട്ട് തോരൻ കഴിക്കാം. അപ്പോൾ അങ്ങനെ ബീറ്റ്റൂട്ട് എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ സവാളയും കൂടെ ഒന്ന് ചോപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ സവാളയും കൂടെ ആ ചോപ്പറിനകത്തിട്ടിട്ടാണ് അരിഞ്ഞെടുക്കുന്നത്. അതും അതുപോലെ തന്നെ കറക്റ്റായിട്ട് നമ്മുടെ തോരൻ പരുവത്തിന് തന്നെ കിട്ടും. അപ്പോൾ അങ്ങനെ ഞാൻ ആ സവാളയും കൂടെ അതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ബീറ്റ്റൂട്ട് അരിയുന്നതിൻ്റെ അത്രയും സമയം പോലും വേണ്ട നമുക്ക് സവാള നമുക്ക് പെട്ടെന്ന് അരിഞ്ഞ് കിട്ടുമല്ലോ. അങ്ങനെ സവാളയും കൂടെ നമുക്ക് ആ ചോപ്പറിനകത്തിട്ട് നന്നായിട്ടൊന്ന് തോരൻ പരുവത്തിലൊന്ന് ചോപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. കണ്ടില്ലേ, ആ സവാളയും അതുപോലെ തന്നെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് വളരെ എളുപ്പത്തിലാണ് കടുക് പൊട്ടിച്ച് അടുപ്പിലോട്ടിട്ട് ഒന്ന് ആവിയിൽ വെച്ച് വേവിക്കുന്ന കാര്യമല്ലേ ഉള്ളൂ. പെട്ടെന്ന് തന്നെ ആയില്ലേ. ഇനി അങ്ങനെ മടി പിടിച്ചാലും ബീറ്റ്റൂട്ട് മാറ്റി മാറ്റി വെക്കേണ്ട കേട്ടോ. നമുക്ക് പെട്ടെന്ന് തന്നെ ഈ തോരൻ വെക്കാം. അപ്പോൾ അതിന് സവാളയും ആ ബീറ്റ്റൂട്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കുറച്ച് തേങ്ങയും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് പിന്നെ കടുക് പൊട്ടിച്ച് നമുക്ക് ചീനച്ചട്ടിയിലിട്ട് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാം. അപ്പം ഞാനിവിടെ തേങ്ങ ഞാൻ വീട്ടിൽ തന്നെ ചിരകുന്നതാണ്. ഞാൻ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതല്ല, വീട്ടിൽ തന്നെ ചിരകിയെടുക്കുന്നതാണ്. ചിരകിയെടുക്കുന്ന മീൻസ് ഞാൻ മിക്സിക്കകത്തിട്ട് ക്രഷ് ചെയ്തെടുക്കുന്നതാണ്. അതെങ്ങനെയാണെന്നുള്ള ഒരു ഷോർട്ട് വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അതും കണ്ട് എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം പറയണേ. അപ്പം ഞാനിവിടെ അടുപ്പിൽ ചീനിച്ചട്ടി വെച്ച് അടുപ്പ് ഓൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. ഞാനിവിടെ തോരനും മെഴുക്കുവരട്ടിക്ക് എല്ലാത്തിനും വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. സൺഫ്ലവർ ഓയിലൊന്നും ഉപയോഗിക്കാറില്ല. അങ്ങനെ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് കടുകിട്ട് അതൊന്ന് പൊട്ടിച്ചെടുക്കാം. കടുകെല്ലാം ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. അങ്ങനെ കറിവേപ്പിലയും ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് ആ ബീറ്റ്റൂട്ട് നമുക്കതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ടാണ് ഞാൻ അടച്ച് വെച്ച് വേവിക്കുന്നത്. അപ്പം ബീറ്റ്റൂട്ടിന് ശകലം വേവുണ്ടല്ലോ, അപ്പം കുറച്ച് വെള്ളം കൂടെ ചേർത്താൽ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടും. അല്ലെന്നുണ്ടെങ്കിൽ ഒരു പച്ചമണം നമുക്ക് ഫീൽ ചെയ്യത്തില്ലേ. അപ്പോൾ ആ പച്ചമണം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം കൂടെ ഒന്ന് ഒഴിച്ച് നമുക്ക് ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. അപ്പം ഞാനിവിടെ കുറച്ച് വെള്ളം അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ആ അടുപ്പൊന്ന് തീ ശകലം കൂടെ ഒന്ന് കൂട്ടി വെച്ചിട്ട് ഒന്ന് അടച്ച് കൊടുത്ത് 1 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. 1 മിനിറ്റത്തെ കാര്യമുള്ളൂ. അപ്പോൾ നമുക്ക് അങ്ങനെ 1 മിനിറ്റ് കഴിഞ്ഞ് നമുക്കത് തുറന്ന് നോക്കുമ്പോഴേക്കും അതിനകത്തെ വെള്ളമൊക്കെ പറ്റിയിട്ട്
തോരൻ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാനൊരു 30 സെക്കൻഡും കൂടെ ഒന്ന് തീ കൂട്ടി വെച്ച് ഒന്നും കൂടെ ഒന്ന് അതിനകത്തെ വെള്ളം നന്നായിട്ട് പറ്റുന്നിടം വരെ ഒന്ന് വെച്ച് കഴിയുമ്പോഴേക്കും നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വെള്ളമെല്ലാം പറ്റി നല്ല തോരൻ ഇവിടെ നമ്മൾ കണ്ടില്ലേ, ചീരത്തോരൻ്റെ കൂട്ടിരിക്കുന്നില്ലേ, അങ്ങനെ നമ്മുടെ അടിപൊളി ബീട്രൂട്ട് തോരൻ ഇവിടെ 5 മിനിറ്റും കൊണ്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയണേ. എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ.